നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ചെർക്കള നെല്ലിക്കട്ടയിൽ വാഹനാപകടം, ഒരു മരണം. കർണാടക RTC ബസും കാറും കൂട്ടിയിടിച്ചാണ് അപകടം. ബദിയടുക്ക പൈക്ക സ്വദേശി ഷംസുദ്ദീനാണ് മരിച്ചത്. കാർ ഓടിച്ച മകനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നെല്ലിക്കട്ട ടൗൺ ജുമാ മസ്ജിദിന് സമീപമാണ് അപകടം നടന്നത്. കാസർഗോഡ് ചന്ദേര കൂട്ടബലാത്സംഗം അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പെൺകുട്ടി പീഡനത്തിനിരയായത് ബന്ധുവിന്റെ ഒത്താശയോടെയാണെന്ന കണ്ടെത്തൽ. കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടേക്കുമെന്ന് സൂചന നൽകി പോലീസ്. വിദേശത്തേക്ക് കടന്ന പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കും. കഞ്ചാവ് പിടികൂടിയ കേസിൽ പ്രതിക്ക് 1 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കടമ്പാർ പത്തൊടിയിലെ അബ്ദുൾ റഹ്മാനെയാണ് കാസർഗോഡ് അഡീഷണൽ ജില്ലാ സെഷൻ കോടതി ജഡ്ജി രാമു രമേശ് ചന്ദ്രഭാനു ശിക്ഷിച്ചത്. നെല്ലിക്കാട്ട് ശ്രീ ഗുളികൻ ദേവസ്ഥാനം ഗുളികൻ തെയ്യംകെട്ട് മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. ഗുളികൻ തെയ്യം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ചെർക്കള നെല്ലിക്കട്ടയിൽ വാഹനാപകടം, ഒരു മരണം. കർണാടക RTC ബസും കാറും കൂട്ടിയിടിച്ചാണ് അപകടം. ബദിയടുക്ക പൈക്ക സ്വദേശി ഷംസുദ്ദീനാണ് മരിച്ചത്. കാർ ഓടിച്ച മകനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നെല്ലിക്കട്ട ടൗൺ ജുമാ മസ്ജിദിന് സമീപമാണ് അപകടം നടന്നത്. കാസർഗോഡ് ചെർക്കള നെല്ലിക്കട്ടയിൽ വാഹനാപകടത്തിൽ ഒരു മരണം. കർണാടക RTC ബസും കാറും കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത്. ബദിയടുക്ക പൈക്ക സ്വദേശി ഷംസുദ്ദീനാണ് മരിച്ചത്. കാറോടിച്ച മകനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നെല്ലിക്കട്ട ടൗൺ ജുമാ മസ്ജിദിന് സമീപമാണ് അപകടം. കാസർഗോഡ് ഭാഗത്തു നിന്ന് പുത്തൂരിലേക്ക് പോവുകയായിരുന്ന ബസും പൈക്കയിലേക്ക് വരികയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. മകന് ഗുരുതരമായി പരിക്കേറ്റു. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ചന്ദേര കൂട്ടബലാത്സംഗം അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പെൺകുട്ടി പീഡനത്തിനിരയായത് ബന്ധുവിന്റെ ഒത്താശയോടെയാണെന്ന് കണ്ടെത്തൽ. കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടേക്കുമെന്ന് സൂചന നൽകി പോലീസ്. വിദേശത്തേക്ക് കടന്ന പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കും. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 16 വയസ്സുകാരി കൂട്ടബലാത്സംഗത്തിനിരയായ കേസിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്ത്. പെൺകുട്ടി പീഡനത്തിനിരയായത് ബന്ധുവിന്റെ ഒത്താശയോടെയെന്ന് കണ്ടെത്തൽ. 1 വർഷത്തോളമായി പെൺകുട്ടി നിരന്തരം പീഡനത്തിനിരയായി. സഹോദരി ഭർത്താവ് ഉൾപ്പെടെ കേസിൽ 5 പേരാണ് പ്രതികൾ. ഇതിൽ 15കാരനും ഉൾപ്പെടും. 2 മാസം മുൻപാണ് സഹോദരി ഭർത്താവ് രോഗബാധിതനായി മരണപ്പെട്ടത്. കേസിൽ കൂടുതൽ പേർ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടേക്കും എന്നാണ് പോലീസ് നൽകുന്ന സൂചന. തൃക്കരിപ്പൂർ പേക്കേടത്ത് വ്യാപാരിയും പോത്തൻകണ്ടം സ്വദേശിയുമായ നൌഷാദ്, വടക്കേ കൗവലിലെ ഹായിസ് എന്നിവരാണ് കേസിൽ അറസ്റ്റിലായത്. അയൽവാസിയായ 15 വയസ്സുകാരനാണ് മറ്റൊരു പ്രതി. പേക്കടുത്തെ റാഷിദ് വിദേശത്താണ്. ഇയാളെ പിടികൂടാനായി പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കും. 2 ദിവസം മുൻപ് രാത്രി 10:30യോടെയാണ് പെൺകുട്ടിയെ കാണാതായത്. പോലീസ് ഉൾപ്പെടെ നടത്തിയ തിരച്ചിലിൽ തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പെൺകുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ചോദ്യം ചെയ്യലിലാണ് പെൺകുട്ടി പീഡന വിവരം വെളിപ്പെടുത്തിയത്. പലതവണയായി പീഡനം നേരിട്ടതായി പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കഞ്ചാവ് പിടികൂടിയ കേസിൽ പ്രതിക്ക് 1 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കടമ്പാർ പത്തൊടിയിലെ അബ്ദുൾ റഹ്മാനെയാണ് കാസർഗോഡ് അഡീഷണൽ ജില്ലാ സെഷൻ കോടതി ജഡ്ജി രാമു രമേശ് ചന്ദ്രഭാനു ശിക്ഷിച്ചത്. കഞ്ചാവ് കേസിലെ പ്രതിക്ക് 1 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും കോടതി ശിക്ഷ വിധിച്ചു. പിഴ അടച്ചില്ലെങ്കിൽ 2 മാസം അധിക തടവും അനുഭവിക്കണം. കടമ്പാർ പത്തൊടിയിലെ അബ്ദുൾ റഹ്മാനെതിരെയാണ് കാസർഗോഡ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി രാമു രമേശ് ചന്ദ്രഭാനു ശിക്ഷ വിധിച്ചത്. കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അടുക്ക ഇച്ചിലംകോട് ജംഗ്ഷനിൽ വാഹന പരിശോധന നടത്തുന്നതിനിടെയാണ് സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന 1.5 കിലോയിലധികം കഞ്ചാവ് പിടികൂടിയത്. അന്നത്തെ കുമ്പള പോലീസ് സബ് ഇൻസ്പെക്ടറായിരുന്ന ഷാജി MP, ASI പ്രകാശൻ, സിവിൽ പോലീസ് ഓഫീസർ സുഭാഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ കഞ്ചാവുമായി പിടികൂടിയത്. തുടർന്ന് അന്വേഷണം കുമ്പള ഇൻസ്പെക്ടർമാരായിരുന്ന M. അനിൽ, പ്രമോദ് P എന്നിവർ നടത്തി. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ
ചന്ദ്രമോഹൻ ജിയും അഡ്വക്കേറ്റ് ചിത്രകലയും ഹാജരായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നെല്ലിക്കാട്ട് ശ്രീ ഗുളികൻ ദേവസ്ഥാനം ഗുളികൻ തെയ്യംകെട്ട് മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. ഗുളികൻ തെയ്യം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നെല്ലിക്കാട്ട് ശ്രീ ഗുളികൻ ദേവസ്ഥാനം ഗുളികൻ തെയ്യംകെട്ട് മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. രാവിലെ 6 മണിക്ക് ഗണപതി ഹോമം ഭക്തിയുടെ നിറവിൽ നടന്നു. ഉച്ചയ്ക്ക് 12 മണിക്ക് ഗുളികൻ തെയ്യം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നിരവധി ഭക്തജനങ്ങളാണ് നെല്ലിക്കാട്ട് ശ്രീ ഗുളികൻ ദേവസ്ഥാനം ഗുളികൻ തെയ്യംകെട്ട് മഹോത്സവം ദർശിക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയൻ പരപ്പ ബ്ലോക്ക് 34ാമത് വാർഷിക സമ്മേളനം നടന്നു. ബളാന്തോട് ക്ഷീരോത്പാദക സഹകരണ സംഘം ഹാളിലാണ് സമ്മേളനം നടന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പരപ്പ ബ്ലോക്ക് 34ാമത് വാർഷിക സമ്മേളനം നടന്നു. ബളാന്തോട് ക്ഷീരോത്പാദന സഹകരണ സംഘം ഹാളിലായിരുന്നു സമ്മേളനം നടന്നത്. പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് പി രഘുനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു. പെൻഷൻ സംഘടന അങ്ങനെ തന്നെയാണ് വേണ്ടത്. കാരണം അവരെ എല്ലാവരെയും ബാധിക്കുന്ന ഒരേ രീതിയിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. രാഷ്ട്രീയമായിട്ട് അതിനെ വേർതിരിക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ സംഘടനയിലെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷ ആളുകൾ വ്യക്തിപരമായി പരിചയമുള്ള ആളുകളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ഒരു സർവീസ് മേഖല സഹകരണ മേഖലയിൽ പിരിഞ്ഞിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ കുറെ ആളുകൾ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രദേശത്തെ ആളുകൾ വ്യക്തിപരമായി അറിയുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ സമ്മേളനത്തോടനുബന്ധിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ടാവും. പിന്നെ പ്രവർത്തനങ്ങൾ കൂടെ അംഗീകരിക്കാനുണ്ടാവും. അത് അംഗീകരിക്കാനുണ്ടാവും. അതുപോലെ എല്ലാ സമ്മേളനത്തിലേക്ക് ആളുകൾ കിട്ടുന്ന കാര്യത്തിൽ തീരുമാനങ്ങളുണ്ടാവും. ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടത്. പരപ്പ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ആൻഡ്രൂസ് AJ അധ്യക്ഷത വഹിച്ചു. പരപ്പ ബ്ലോക്ക് കമ്മിറ്റി അംഗം വസന്തകുമാർ കോയിത്താട്ടിൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. പി രാമചന്ദ്രൻ സംഘടനാ റിപ്പോർട്ടും PV ശ്രീധരൻ പ്രവർത്തന റിപ്പോർട്ടും MV രാഘവൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സരസ്വതി കുട്ടി TV, PJ ജോൺ, PK വേണുഗോപാലൻ, മേഴ്സി MT എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് കമ്മിറ്റി അംഗം തങ്കമണി TV പ്രമേയം അവതരിപ്പിച്ചു. P ബാബുരാജൻ സ്വാഗതവും MV സരോജിനി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പരപ്പ. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതി രൂപീകരണം 2026-27 വികസന സെമിനാർ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതി രൂപീകരണം 2026-27 വികസന സെമിനാർ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം ഉദ്ഘാടനം നിർവഹിച്ചു. സമയം കൃത്യത പാലിക്കുക എന്നുള്ളൊരു നിലപാട് ഇന്ന് ഇതുവരെയും എല്ലാ കാലത്തും നിർവഹിച്ചിട്ടുണ്ട്. ഭാവിയിലും അത്തരം കാര്യങ്ങൾ. പിന്നെ നമ്മൾ വൈകി പോകും. കാരണം അവസരത്തിൽ പരിപാടി എത്തുമ്പോൾ അവർ വൈകുന്നതനുസരിച്ച് നമ്മൾ ഈ വൈകുന്നേരമാകുമ്പോഴത്തേക്ക് വൈകി പോകുന്ന സ്ഥിതി. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ചില ഞാൻ വരുമ്പോൾ എന്നോട് പറഞ്ഞു, പിന്നെ ഞങ്ങൾ നേരത്തെ ഓർക്കുമല്ലേ, ഞങ്ങൾ നോട്ടീസിൽ പറഞ്ഞ സമയത്തിന് ഏതാണ്ട് ഞാൻ 9:30 ഇവിടെ യഥാർത്ഥത്തിൽ എത്തിയതാണ്. ഇവിടെ വന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ തൊട്ടടുത്ത് ജില്ലാ പഞ്ചായത്തിൽ കോഴി ആശുപത്രിയിൽ അവിടെ സന്ദർശിക്കുന്നതിന് ഞാൻ പോയത്. ഇവിടെ ഞാൻ പ്രസിഡന്റിനെ വിളിച്ചു. അതുകൊണ്ട് 10 മണിയാകും പറഞ്ഞു. അങ്ങനെ 10 മണിക്ക് വീണ്ടും തിരിച്ചു വരുന്നു. അപ്പോൾ അതുകൊണ്ട് വൈകിയത് അല്ല. പിന്നെ മറ്റൊരു പരിപാടി ഉദ്മേന പരിപാടി കൃത്യസമയം അവിടെ നിശ്ചയിച്ച് പറഞ്ഞിട്ടുണ്ട്. 20% ടൈമും അതൊക്കെ ക്രമീകരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞ ആ സമയത്ത് തന്നെ അവിടെ എത്തിച്ചേരാൻ പരിശ്രമിക്കും. അപ്പോൾ തീർച്ചയായും നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാവി പ്രവർത്തനങ്ങളുടെ ദിശ നിശ്ചയിക്കുന്ന നിലയിലേക്കുള്ള ഒരു സെമിനാറായിട്ട് മാറട്ടെ എന്ന് സ്നേഹത്തോടു കൂടി ആശംസിച്ചുകൊണ്ട് ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ K ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു.
കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുജാത അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സോയ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി പ്രകാശൻ, ഡോക്ടർ കെ സവിത, വി തുളസി, ശോഭന ടി, പി രാജേന്ദ്രൻ എന്നിവരും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ സബീഷ് കെ, രാധിക ടി, സുകുമാരി ശ്രീധരൻ എന്നിവരും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർപേഴ്സൺ ഹനീഫ PH, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയശ്രീ MP, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മുഹമ്മദ് ബഷീർ പാക്യാര എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജിഷ PK പദ്ധതി വിശദീകരണം നടത്തി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഹരികൃഷ്ണൻ S ചർച്ചാ അവതരണം നടത്തി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗോവിന്ദൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള കാർഷിക സർവകലാശാലയുടെ ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഫെബ്രുവരി 22 മുതൽ നടക്കുന്ന ഫാം കാർണിവലിന്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനവും വിദ്യാർത്ഥികൾക്കായി കാസർഗോഡ് ജില്ലാതല ക്വിസ് മത്സരവും നടത്തി. പെലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കുഞ്ഞിരാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിനോദ വിജ്ഞാന കലാ സാംസ്കാരിക പരിപാടികളോടെ പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ 17 ദിവസം നീളുന്ന ഫാം കാർണിവലിന്റെ ഏകോപനത്തിനായി തിരുമ്പം അഗ്രി ഹെറിറ്റേജ് ടൂറിസം സെന്ററിന്റെ കവാടത്തോട് ചേർന്ന് ഒരുക്കിയ സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ഫാം കാർണിവലിന്റെ ഭാഗമായി ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്കായി കാസർഗോഡ് ജില്ലാതല ക്വിസ് മത്സരം നടന്നു. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കുഞ്ഞിരാമൻ ഓഫീസിന്റെയും ക്വിസ് മത്സരത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. പ്രത്യേകമായിട്ടുള്ള ഒരു പരിപാടിയാണ് 22-ാം തീയതി മുതൽ ഫാം കാർണിവൽ എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. വിനോദവും വിജ്ഞാനവും അതുപോലെ തന്നെ എല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു സമ്മിശ്രമായിട്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ മേഡം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും അത് വരാനും കാണാനും അതുപോലെ തന്നെ ഒരു സന്തോഷത്തോടു കൂടിയിട്ട് നമുക്ക് സമയം ചെലവഴിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു കേന്ദ്രമായിട്ട് നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ ഇത് മാറ്റാൻ വേണ്ടി കഴിയണം. പഞ്ചായത്തും അതുപോലെ തന്നെ നാട്ടുകാരും എന്നുള്ള അർത്ഥത്തിലുള്ള സഹായങ്ങളും സഹകരണം എല്ലാം ഉണ്ടാവും. അതിൻ്റെ അനുബന്ധമായിട്ട് നടക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പരിപാടികളുണ്ട്. കലാപരിപാടിയുണ്ട്, കായികപരമുണ്ട്, ക്വിസ് മത്സരങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ മെച്ചപ്പെട്ട നിലയിലും ജനപങ്കാളിത്തത്തോടു കൂടി നമുക്ക് നടത്താൻ വേണ്ടി കഴിയണം. എല്ലാ വർഷങ്ങളിൽ എല്ലാ സമയങ്ങളിലും നടക്കുന്ന ഈ ഫെസ്റ്റിവലിൽ അല്ലെങ്കിൽ കാർണിവലിൽ നല്ല നിലയിൽ കൃഷിക്കാരും അതുപോലെ തന്നെ ആളുകളെല്ലാം പങ്കെടുക്കുന്നുണ്ട്. നമ്മളെല്ലാം എപ്പോഴും എല്ലാ വർഷങ്ങളിലും 1-2-3 ദിവസം ഇവിടെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ കാണാനും വേണ്ടിയിട്ട് വരുന്നതാണ്. അതുകൊണ്ട് നാട്ടിൽ നല്ല പ്രചരണം, ഒന്നുകൂടി ഇതിൻ്റെ പ്രചരണം ഫാമിനകത്ത് മാത്രമല്ല പുറത്തും. സംഘാടക സമിതി ജനറൽ കൺവീനറും കേന്ദ്ര നേതാവിയുമായ ഡോക്ടർ ടി വനജ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ വി നിഷാലക്ഷ്മി, പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വി മധുസൂദനൻ, പ്രോഗ്രാം കൺവീനർ റായ ഷെറിൻ എന്നിവർ പ്രസംഗിച്ചു. ജില്ലാതല ക്വിസ് മത്സരത്തിൽ കരിമ്പിൻ കുമ്പളപ്പള്ളി ഹൈസ്കൂളിലെ കെ അജ്ജുൽ 1ാം സ്ഥാനം നേടി. കൊടക്കാട് KM VHSലെ കെ ആദിഷ് ചന്ദ്രൻ 2ാം സ്ഥാനം നേടി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഉമ്മൻചാണ്ടി സാംസ്കാരിക സമിതിയും പള്ളിക്കര കരുണ ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ ത്രേസ്യാമ്മ ഐ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും 3 പേർക്ക് ചികിത്സാ സഹായ വിതരണവും നടന്നു. പള്ളിക്കര ന്യൂട്രീഷൻ സെന്ററിൽ വെച്ചായിരുന്നു ക്യാമ്പ് നടന്നത്. ഉമ്മൻചാണ്ടി സാംസ്കാരിക സമിതിയും കരുണ ട്രസ്റ്റ് പള്ളിക്കരയുടെയും ആഭിമുഖ്യത്തിൽ ത്രേസ്യാമ്മ ഐ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധനയും തിമിര രോഗനിർണയ ക്യാമ്പും നടത്തി. DCC ജനറൽ സെക്രട്ടറി രാജൻ പെരിയ ഉദ്ഘാടനം ചെയ്തു. ലോകരാജ്യങ്ങളിലെ മുഴുവൻ മലയാളികളുടെയും മനസ്സിലും ഉൾക്കൊള്ളുന്ന ശ്രീമാൻ ഉമ്മൻചാണ്ടി അവരുടെയും കെ കരുണാകരന്റെയും നേതൃത്വത്തിൽ പ്രതിദാനം ചെയ്യുന്ന 2 സംഘടനകളുടെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ മഹത്തായ ചടങ്ങുകൾ നടക്കുന്നത്. പൊതുസമൂഹത്തിൽ പലപ്പോഴും അന്യം നിന്ന് പോകുന്ന ഒരു കാര്യമാണ് പൊതുപ്രവർത്തനം എന്ന് പറയുന്നത്. ഉമ്മൻചാണ്ടി സാംസ്കാരിക സമിതി ചെയർമാൻ സുകുമാരൻ പൂച്ചക്കാട് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കമല നെല്ലിയടുക്കത്തിനും ഉഷ പാക്കത്തിനും പ്രകാശൻ കരുവാക്കോടിനും ചികിത്സാ സഹായ വിതരണം നടത്തി. കരുണ ട്രസ്റ്റ് കൺവീനർ കണ്ണൻ കരുവാക്കോട്, പള്ളിക്കര പഞ്ചായത്ത് മെമ്പർ P. അബ്ബാസ്, ഡോക്ടർ ത്രേസ്യാമ്മ, ഉമ്മൻചാണ്ടി സാംസ്കാരിക സമിതി എക്സിക്യൂട്ടീവ് മെമ്പർ മജീദ് മാങ്ങാട്, മഹേഷ് തച്ചങ്ങാട്, KS മുഹാജിർ, K. അനിൽകുമാർ, ശശി പാക്കം, കാവ്യ പള്ളിക്കര, PK അമ്പാടി, ജിനചന്ദ്രൻ,
രാധാകൃഷ്ണൻ നമ്പ്യാർ, അസ്മ കോളിയത്ത് എന്നിവർ സംസാരിച്ചു. നൂറുകണക്കിന് ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. സൗജന്യ മരുന്ന് വിതരണവും സൗജന്യ നിരക്കിൽ കണ്ണട വിതരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിക്കൈ ആലമ്പാടി നന്ദപുരം ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. പ്രതിഷ്ഠാദിന ചടങ്ങുകൾ ഭക്തിയുടെ നിറവിൽ നടന്നു. മടിക്കൈ ആലമ്പാടി നന്ദപുരം ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. പ്രതിഷ്ഠാദിന ചടങ്ങുകൾ വിവിധ പരിപാടികളോടെ നടന്നു. ആലമ്പാടി തന്ത്രികളുടെ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടന്നത്. കുംഭം 9 പ്രതിഷ്ഠാ ദിനവും കുംഭം 10, 11 തീയതികളിൽ കളിയാട്ട മഹോത്സവവും സംയുക്തമായി കൊണ്ടാടുകയാണ്. ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് ആലമ്പാടി തന്ത്രിയുടെ നേതൃത്വത്തിൽ പൂജാതി കർമ്മങ്ങൾ, പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച പൂജാതി കർമ്മങ്ങൾ നടക്കുകയാണ്. നാളെ രാവിലെ 10 മണിക്ക് മുണ്ടോട്ട് ചാമുണ്ടിയമ്മ കാവിൽ വെച്ച് കലവറ ഘോഷയാത്ര ആരംഭിക്കുകയാണ്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഈ കലവറ ഘോഷയാത്രയിൽ പങ്കാളികളാകുന്നതാണ്. നാളെ വൈകുന്നേരം 6 മണിയോടുകൂടി കളിയാട്ടം ആരംഭം കുറിക്കുകയാണ്. നാളെ രാത്രി 7 മണിക്ക് അടയാളം കൊടുക്കൽ ചടങ്ങും തുടർന്ന് തായമ്പക, അതിനുശേഷം വിഷ്ണുമൂർത്തിയുടെ കുളിച്ചുതോറ്റം, രാത്രി 12 മണിക്ക് ചാമുണ്ടിയമ്മയുടെ കുളിച്ചുതോറ്റം, പുലർച്ചെ 2 മണിക്ക് പൊട്ടന്തയത്തിൻ്റെ ആരംഭം, 3 മണിക്ക് പൊട്ടന്തയത്തിൻ്റെ അഗ്നിപ്രവേശനം നടക്കുന്നതാണ്. മറ്റന്നാൾ രാവിലെ 12 മണിക്ക് ചാമുണ്ടിയമ്മ അരങ്ങിലെത്തുന്നതാണ്. 1 മണിക്കോടുകൂടി ഗുളികരാജാവ് അരങ്ങിലെത്തുന്നതാണ്. ഉത്സവാ ദിവസങ്ങളിൽ വിപുലമായ അന്നദാനം ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. മറ്റന്നാൾ വൈകുന്നേരം 3 മണിക്കാണ് വിഷ്ണുമൂർത്തിയുടെ പുറപ്പാട്. കളിയാട്ടത്തിൻ്റെ ഭാഗമായി എല്ലാ ദിവസവും മാതൃസഭയുടെ നേതൃത്വത്തിൽ കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്. ഫെബ്രുവരി 22-ന് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടക്കും. മുണ്ടോട്ട് ശ്രീ ചാമുണ്ടിയമ്മ കാവിൽ നിന്നും പുറപ്പെടുന്ന ഘോഷയാത്ര കർമ്മ വാദ്യ കലാസംഘത്തിന്റെ താളമേളങ്ങളോടുകൂടി നന്ദപുരം ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. രാത്രി 10:30-ന് വിഷ്ണുമൂർത്തിയുടെ കുളിച്ചുതോറ്റം നടക്കും. തുടർന്ന് ചാമുണ്ടിയമ്മയുടെ കുളിച്ചുതോറ്റവും നടക്കും. ഫെബ്രുവരി 23-ന് പൊട്ടൻ തെയ്യം, ചാമുണ്ടിയമ്മ, ഗുളികൻ, വിഷ്ണുമൂർത്തി എന്നീ തെയ്യങ്ങളുടെ പുറപ്പാടും നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അരവത്ത് മട്ടേങ്ങാനം കഴകം ശ്രീ പൂഭാണംകുഴി ക്ഷേത്ര നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശത്തിന്റെ ഭാഗമായി അരവത്ത് പാലാത്താട് തച്ചങ്ങാട് പ്രാദേശിക ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിഷരഹിത പച്ചക്കറി കൃഷി വിളവെടുപ്പ് നടത്തി. ആഘോഷ കമ്മിറ്റി ചെയർമാൻ കെ ശിവരാമൻ മേസ്ത്രി ഉദ്ഘാടനം ചെയ്തു. അരവത്ത് മട്ടേങ്ങാനം കഴകം ശ്രീ പൂഭാണംകുഴി ക്ഷേത്ര നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശത്തിന്റെ ഭാഗമായി അരവത്ത് പാലത്താട് തച്ചങ്ങാട് പ്രാദേശിക ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിഷരഹിത പച്ചക്കറി കൃഷി വിളവെടുപ്പ് നടത്തി. പ്രാദേശിക സമിതി ചെയർമാൻ ഗംഗാധരൻ ആചാര്യയുടെ അധ്യക്ഷതയിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ കെ ശിവരാമൻ മേസ്ത്രി ഉദ്ഘാടനം ചെയ്തു. അരവത്ത് മട്ടേങ്ങാനം കഴകം ശ്രീ പൂഭാണംകുഴി ക്ഷേത്രത്തിൽ ഈ വരുന്ന ഫെബ്രുവരി 22 മുതൽ 27 വരെ നടക്കുന്ന ബ്രഹ്മകലശ മഹോത്സവത്തിൻ്റെ ഭാഗമായി തച്ചങ്ങാട്, പാൽത്താട്, ആലിങ്ങാൽ അരവത്ത് പ്രാദേശിക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി ഇറക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, ക്ഷേത്രത്തിലേക്ക് ഈ 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിലേക്ക് ഏകദേശം 1 ലക്ഷം ആളുകളെ പ്രതീക്ഷിക്കുന്നു. അതിനെല്ലാം വേണ്ടി നമ്മുടെ പ്രദേശത്തെ ഒരു 11ഓളം പ്രാദേശിക കമ്മിറ്റിയുണ്ട്. അവരൊക്കെ പച്ചക്കറി കൃഷി ഇറക്കിയിരിക്കുകയാണ്. ജൈവ പച്ചക്കറിയാണ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു വിളവെടുപ്പ് ഇവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. 7-ാം വാർഡ് മെമ്പർ സുജാത കെ, വി കൃഷ്ണൻ, ഗംഗാധരൻ പറ്റേൻമന, ചന്ദ്രൻ തച്ചങ്ങാട്, അശോകൻ പുതിയപുര, വി ഗീത, വി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീനിവാസൻ അരവത്ത് സ്വാഗതവും ശശീന്ദ്രൻ കളത്തിങ്കാൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിയൻ
തായത്ത് വീട് തറവാട് കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചുരിഞ്ഞു. മടിയൻ തായത്ത് വീട് തറവാട് കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. വിവിധ തെയ്യങ്ങളുടെ കുളിച്ചുതോറ്റം നടന്നു. തുടർന്ന് കാർന്നോൻ തെയ്യം, കുട്ടിച്ചാത്തൻ, ഭൈരവൻ, ചാമുണ്ടി, വിഷ്ണുമൂർത്തി, ഗുളികൻ എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നിരവധി ഭക്തജനങ്ങളാണ് കളിയാട്ട മഹോത്സവം ദർശിക്കാനായെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ചെർക്കള നെല്ലിക്കട്ടയിൽ വാഹനാപകടം, ഒരു മരണം. കർണാടക RTC ബസും കാറും കൂട്ടിയിടിച്ചാണ് അപകടം. ബദിയടുക്ക പൈക്ക സ്വദേശി ഷംസുദ്ദീനാണ് മരിച്ചത്. കാർ ഓടിച്ച മകനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നെല്ലിക്കട്ട ടൗൺ ജുമാ മസ്ജിദിന് സമീപമാണ് അപകടം നടന്നത്. കാസർഗോഡ് ചന്ദേര കൂട്ടബലാത്സംഗം അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പെൺകുട്ടി പീഡനത്തിനിരയായത് ബന്ധുവിന്റെ ഒത്താശയോടെയാണെന്ന കണ്ടെത്തൽ. കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടേക്കുമെന്ന് സൂചന നൽകി പോലീസ്. വിദേശത്തേക്ക് കടന്ന പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കും. കഞ്ചാവ് പിടികൂടിയ കേസിൽ പ്രതിക്ക് 1 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കടമ്പാർ പത്തൊടിയിലെ അബ്ദുൾ റഹ്മാനെയാണ് കാസർഗോഡ് അഡീഷണൽ ജില്ലാ സെഷൻ കോടതി ജഡ്ജി രാമു രമേശ് ചന്ദ്രഭാനു ശിക്ഷിച്ചത്. നെല്ലിക്കാട്ട് ശ്രീ ഗുളികൻ ദേവസ്ഥാനം ഗുളികൻ തെയ്യംകെട്ട് മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. ഗുളികൻ തെയ്യം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചുരിഞ്ഞു. ഈ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.